വയനാട് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇടയ്ക്കാണ് സുപ്രീം കോടതിയിൽ നിന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഉപവിഭാഗമാക്കി കാറ്റഗറൈസ് ചെയ്യാമെന്ന വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള ഒരു സുപ്രീം കോടതി വിധി വരുന്നത്. നിങ്ങൾ ഉടനെ SC/ST സബ് ക്ലാസിഫൈ ചെയ്യണമെന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ തരംതിരിക്കാൻ ഭരണഘടനാപരമായി സ്റ്റേറ്റിന് അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. SC/ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ഏതെങ്കിലും തരത്തിൽ സബ് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മതിയായ വിധം അവർ എവിടെയും റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നതിനുള്ള എംപിരിക്കൽ ഡേറ്റ ഉൾപ്പെടെ സ്റ്റേറ്റ് കാണിച്ച് ജസ്റ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വെറുതെ നമുക്കങ്ങ് സബ് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല. EV ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന 2005 ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതേ SC/STയുമായി ബന്ധപ്പെട്ട സബ് കാറ്റഗറൈസേഷൻ കൈകാര്യം ചെയ്ത വിധിയാണിത്. ഈ വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് SC/ST എന്നത് ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള അഥവാ സ്വജാതീയ സമൂഹമാണ്, അവരെ ഉപവിഭാഗമാക്കാൻ സാധിക്കില്ലെന്നായിരുന്നു. അപ്പോൾ നിലവിൽ വന്ന വിധി 2005 ചിന്നയ്യ കേസിലെ വിധിയെ റദ്ദാക്കിയിട്ടാണ് പ്രാബല്യത്തിലെത്തുന്നത്. സബ് കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട വിധി കുറച്ച് പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. സംസ്ഥാനങ്ങളും യൂണിയൻ സർക്കാരും ഈ വിധിയിൽ വ്യത്യസ്ത രീതിയിലാണ് നിലപാടെടുക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടി കോഷ്യസ് ആയിട്ടാണ് ഈ വിധിയിൽ പ്രതികരിക്കുന്നത് പോലും. SC/ST സമൂഹത്തിൽപ്പെട്ടവർക്കിടയിൽ തന്നെ ഭിന്ന അഭിപ്രായവും ഉണ്ട്. കർണാടകയിൽ മടിക എന്നൊരു വിഭാഗമുണ്ട്. ഇവർ പറയുന്നത് SCയിലുള്ള ചില വിഭാഗങ്ങൾ മാത്രമാണ് ഗവൺമെൻറ് പോളിസികളുടെയും സംവരണത്തിൻ്റെയും ആനുകൂല്യം നേടുന്നതെന്നാണ്. ദളിത്തിൽ തന്നെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ ഗവൺമെൻറ് പോസ്റ്റുകളിൽ കൂടുതലും കൈയാളുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ഹൊലയാസ് എന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇവർ കർണാടകയിലെ SCയിലുള്ളവരാണ്. അവർ കുറച്ചുകൂടി ഹൈറാർക്കിയൽ മനോഭാവവും പ്രത്യേക പരിഗണനയും അനുഭവിക്കുന്നവരാണ്. അവർ ഈ കമ്മ്യൂണിറ്റിയിൽ പ്യൂരിറ്റി മനോഭാവം പോലും വെച്ച് പുലർത്തുന്നുണ്ട്, ഭക്ഷണത്തിൽ ഉൾപ്പെടെ. ചെലവാദീസ് എന്ന ജാതിയിൽപ്പെട്ടവർ മഡിഗാസ്, മദർസ്, ദോർസ് എന്നിങ്ങനെയുള്ള ജാതിയിൽപ്പെട്ടവരോട് വിവേചനം പുലർത്തുന്നുണ്ട്. അവർ വെള്ളമോ ഭക്ഷണമോ പോലും പങ്കിടാറില്ല എന്നൊക്കെയുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ SC വിഭാഗത്തിൽ തന്നെ ഈ തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ സബ് കാറ്റഗറൈസേഷൻ വേണമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ മറ്റൊരു പക്ഷം പറയുന്നത് മറിച്ചാണ്. SC/ST വിഭാഗത്തെ സബ് കാറ്റഗറൈസ് ചെയ്യാൻ അനുവദിക്കുന്ന വിധി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത്. അസ്പൃശ്യത, ഹോമോജീനിയസ് ആയ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ SC/STയെ മൊത്തത്തിൽ ചൂഷണം ചെയ്യുന്നുണ്ടെന്നും മതിയായ പ്രാതിനിധ്യമോ ഉന്നമനമോ ഉണ്ടായി എന്നതിന് യാതൊരു തെളിവും എവിടെയുമില്ലെന്നും ഇവർ പറയുന്നുണ്ട്. ദളിത് എഴുത്തുകാരുൾപ്പെടെ ഈ വിധി അംബേദ്കറിൻ്റെ മൂല്യങ്ങൾക്കെതിരാണെന്നും സബ് കാറ്റഗറൈസേഷൻ ദളിത് സമൂഹത്തിനെ ഭിന്നിപ്പിക്കുമെന്നും പറയുന്നു. BJP സർക്കാർ സുപ്രീം കോടതി നിർദ്ദേശിച്ച ക്രീമി ലെയർ SC/ST സംവരണത്തിൽ നടപ്പിലാക്കില്ല എന്നാണ് പറയുന്നത്. ക്യാബിനറ്റിൻ്റെ തീരുമാനം നിലവിൽ അങ്ങനെയാണ്. ഇത് നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് BJPയുടെ 100 MPമാരുടെ ഡെലിഗേഷൻ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായി പോയിട്ടുണ്ടായിരുന്നു. സബ് ക്ലാസിഫിക്കേഷനുള്ള ക്രീമി ലെയർ നടപ്പിലാക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും സബ് കാറ്റഗറൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുകയാണ് എന്നുമാണ് കോൺഗ്രസിൻ്റെ നിലപാട്. SC/ST സമൂഹത്തെ ഉപവിഭാഗമാക്കി തിരിക്കാൻ അനുവദിക്കുന്ന വിധി നിലവിലെ വ്യവസ്ഥയിൽ കുറച്ച് സങ്കീർണമാണ്. നമുക്കിതൊക്കെ പഠിക്കേണ്ടതുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏത് വിഭാഗങ്ങളാണ് പിന്നോക്കം നിൽക്കുന്നത്, അവരുടെ പിന്നോക്കാവസ്ഥയുടെ കാരണമെന്ത്, അതിനെന്ത് പരിഹാരം ചെയ്യുമെന്നൊക്കെയുള്ള കുറച്ചുകൂടി കൺസൾട്ടേറ്റീവായിട്ട് നമുക്ക് പരിഹരിക്കാനും പഠിക്കാനും കഴിയേണ്ടതുണ്ട്. ഉപവിഭാഗമാക്കി തിരിക്കുന്നത് ആദ്യത്തേതല്ല, അവസാനത്തെ ഇടപെടലാകണം. അതിൽ അംബേദ്കർ തന്നെയാകണം നമ്മുടെ വഴികാട്ടി.